തലസ്ഥാന ജില്ലയിലേക്ക് കടന്നപ്പോൾ പ്രതിഷേധങ്ങളുടെ ഒരു വലിയൊരു സംഘർഷഭരിതമാവുകയാണല്ലോ തലസ്ഥാന ജില്ല. എന്തിനാണ് ഈ പ്രതിഷേധം? ആദ്യം അതല്ലേ പറയേണ്ടത്. ഈ ജാഥ മഞ്ചേശ്വരത്ത് നിന്ന്, ഈ ഒരു സദസ്സുകൾ മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ചത് മുതൽ നമ്മൾ കേൾക്കുന്നുണ്ട് പ്രതിഷേധത്തിൻ്റെ കാര്യമൊക്കെ. പല സ്ഥലങ്ങളിലും ചില വ്യക്തികൾ ഈ കറുത്ത കൊടിയൊക്കെ കാണിക്കാറുണ്ട്. പലപ്പോഴും ഞങ്ങൾ കൈക്ക് വീശി അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യയിൽ തന്നെ BJPക്ക് ബദലാവേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രതിഷേധം എന്തിനു വേണ്ടി എന്നുള്ള ആദ്യം പറയണം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പറയേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ കാര്യങ്ങൾ, അവരുടെ തെറ്റായ നയങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നു. അതിനാണോ പ്രതിഷേധം? ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 7.5 വർഷമായി നടന്നില്ല എല്ലാ മേഖലയിൽ നടന്ന വികസന പ്രവർത്തനങ്ങളുണ്ട്. പുതിയ തലമുറയെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന നിരവധിയായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തതാണോ പ്രതിഷേധം? അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിരവധിയായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണോ പ്രതിഷേധം? ഇപ്പം നമ്മൾ നടക്കുന്ന ഈ സിന്തറ്റിക് ട്രാക്ക്, ഇതേപോലെ ധാരാളം സിന്തറ്റിക് ട്രാക്കുകൾ, ഗ്രൗണ്ടുകൾ, കളിക്കളങ്ങൾ, ഇതൊക്കെ വന്നിട്ടുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അതിനാണോ പ്രതിഷേധം? അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയും പ്രതിപക്ഷ നേതാവും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അനൗൺസ് ചെയ്യുമ്പോൾ, പ്രഖ്യാപിക്കുമ്പോൾ, അപ്പോൾ അതിൻ്റെ മുന്നോട്ടിറങ്ങുമ്പോൾ അവർക്ക് പറയാനുള്ള കാര്യം, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കുന്നു, അത് ഇതേവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്തിനു വേണ്ടിയാണ് പ്രതിഷേധമെന്ന് നിങ്ങളൊരു മാധ്യമപ്രവർത്തകയല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തിനാണ് ഈ പ്രതിഷേധം? എന്തിനാണ് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇതുവരെ? നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടോ എന്തിനാണ് ഈ പ്രതിഷേധമെന്ന്? ഞങ്ങൾക്കൊന്നും ബോധ്യമായില്ല. ഞങ്ങളിപ്പോൾ എത്രയോ ദിവസങ്ങളായി കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളുമായി സംവദിച്ചു വരികയാണ്. ഞങ്ങൾക്ക് കൊടുക്കാനുള്ള സന്ദേശം, ഈ ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള സന്ദേശം 95% ആളുകൾക്കും അത് കൈമാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ജനസദസ്സ് ഏറ്റവും സക്സസ്ഫുള്ളായി പൂർത്തീകരിക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 ദിവസത്തിൻ്റെ കാര്യമല്ല, അതും ഇതേപോലെ തന്നെ പൂർത്തീകരിക്കും. ഈ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേരത്തെ വരുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നൊരു സാഹചര്യം, അടിച്ചാൽ തിരിച്ചടിക്കുമെന്നൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു വെല്ലുവിളി പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. മുഖ്യമന്ത്രി അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ നല്ല പ്രതാപകാലത്ത് പോലും ഭയന്നില്ല എന്ന രീതിയിൽ മുഖ്യമന്ത്രി, അതായത് സർക്കാരും പ്രതിപക്ഷവും ഒക്കെ നേർക്കുനേർ വരുന്നൊരു കാഴ്ചയാണല്ലോ കാണുന്നത്. നമുക്ക് വീണ്ടും നിങ്ങൾ ആ ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവ് തന്നെ പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ അക്രമത്തിലാണ്, ഞങ്ങൾ അക്രമ സമരത്തിന്. ഈ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ, പ്രത്യേകിച്ച് ഈ തലസ്ഥാന നഗരിയിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങൾ നടത്തുമെന്നാണ് ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ അത് മുഖ്യമന്ത്രി പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. പക്ഷെ നിലവിൽ പ്രതിപക്ഷ നേതാവ് മാത്രമാണ് ഈ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. വളരെ സീനിയറായിട്ടുള്ള നിരവധി MLA-മാർ ഇന്ന് നമ്മുടെ അസംബ്ലിയിലുണ്ട്. രമേശ് ചെന്നിത്തല പോലുള്ള, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള ആളുകൾ, ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ, മറ്റ് ഘടകകക്ഷികൾ, അവരൊന്നും തന്നെ ഒന്നും പറയുന്നില്ല. ഇത് പ്രതിപക്ഷ നേതാവ് വ്യക്തിപരമായ എന്തോ കാര്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പ്രകോപനപരമായ കാര്യങ്ങൾ പ്രസ്താവിക്കുകയാണ്. തെറ്റായ രീതിയാണ്. കേരളത്തിൽ ധാരാളം പ്രതിപക്ഷ നേതാക്കളുണ്ടായിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഉന്നതരായുള്ള വ്യക്തിത്വങ്ങളുള്ള ആളുകൾ പ്രതിപക്ഷത്തിൻ്റെ ആ കസാലയിൽ ഇരുന്നിട്ട് പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ കൃത്യതയുണ്ടായിരുന്നു. ഒരു കാര്യം അവർ ഉന്നയിച്ചാൽ ആ കാര്യങ്ങൾ ശരിയാണ് എന്ന് പറയാനുള്ള ആവശ്യമായുള്ള വിവരങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇവിടെ അതാണോ സംഭവിക്കുന്നത്? ഞാൻ പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞ് തെരുവിലേക്ക്
കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ അഴിച്ചു വിടുകയാണ്. അവർക്ക് ആ പാവങ്ങൾക്ക് തന്നെ അറിയില്ല എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിഷേധം എന്നുള്ളത് നമ്മൾ കാണേണ്ടത് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യങ്ങൾക്ക് വേണ്ടിയില്ല. സംസ്ഥാനത്തിലെ ക്രമസമാധാന പാലനത്തിന് വിഘ്നം വരുത്തുന്ന രീതിയിലുള്ള അതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതൊക്കെ ഇന്നലെ കണ്ടല്ലോ, എല്ലാ ടി വികളിലും കണ്ടല്ലോ. അപ്പോൾ ഇത് തെറ്റായ ഒരു പ്രവണതയാണ്. ഈ രീതിയിൽ പ്രതിപക്ഷം മുന്നോട്ട് പോകരുതെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ബാധ്യതയായി മാറാൻ പോവാണ്. സംസ്ഥാനത്ത് നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് കേന്ദ്രത്തിൽ നിന്ന് സർക്കാർ ആരോപിക്കുന്നത്. കേന്ദ്രം കേരളത്തോട് ഒരു സാമ്പത്തിക വിവേചനം കാട്ടുന്നു എന്നാണ്. ആ രീതിയിൽ കേന്ദ്രത്തിനെതിരെ ഇപ്പോൾ CPM പാർട്ടി ഒരു പ്രതിഷേധമൊക്കെ നടത്തുന്നു. അല്ലെങ്കിൽ ഭരണകൂടം അല്ലെങ്കിൽ സർക്കാരാകട്ടെ ഇത് നിയമപരമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നു. അങ്ങനെ സർക്കാർ നിയമപരമായും പാർട്ടി രാഷ്ട്രീയപരമായും ഇതിനെ കേന്ദ്രത്തിനെതിരെ നേരിടുമ്പോൾ ഇവിടെ പ്രതിപക്ഷത്തിന് കൂടി ഒരു പിന്തുണ കിട്ടേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ പിന്തുണ കൂടി ലഭിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഈ ഒരു സന്ദർഭത്തിൽ പ്രതിപക്ഷത്തിന് കൂടി അനുനയിപ്പിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമല്ലേ? ആ രീതിയിൽ എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ കാണാത്തത്? ഈ ജനസദസ്സുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ നിയോജക മണ്ഡലത്തിലും ഈ ജനസദസ്സുകളിൽ അധ്യക്ഷത വഹിക്കേണ്ടതും അതിൻ്റെ കാര്യങ്ങളും നോക്കേണ്ടത് അതായത് MLA-മാരായിരുന്നു. ഈ ജനസദസ്സ് തുടങ്ങിയതിന് ശേഷവും നിരവധി തവണ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാവരും അവർ വീണ്ടും ക്ഷണിക്കുകയായിരുന്നു. ഇവിടെ നിങ്ങൾ കാണേണ്ടത്, നിങ്ങൾക്ക് വ്യക്തിപരമായി അല്ലെങ്കിൽ നിങ്ങളുടെ മണ്ഡലത്തിൽ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ അഭിപ്രായം പറയാനുള്ളൊരു വേദിയാണ് ഈ ഒരുങ്ങുന്നത്. ആ വേദിയിൽ ജനങ്ങളുടെ മുമ്പാകെ തന്നെ ഈ ഗവൺമെൻറ്റിനെതിരായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഉത്തരം പറയുക എന്നുള്ളത് അവിടെ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ചുമതലയാണ്, അവരെ പറയും. പക്ഷെ അത്രയും നല്ല രീതിയിൽ അവരെ ക്ഷണിച്ചു. അവസാനമായി 2 ആഴ്ച മുമ്പ് വരെ, കഴിഞ്ഞ ആഴ്ച വരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ നിന്ന് പരിശോധിച്ചു നോക്കുക, അതിൽ പറഞ്ഞല്ലോ ഇനിയും നമുക്കൊന്നിച്ചു പോവാം. ഇത് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ മാത്രം പ്രശ്നമല്ല, കേരളത്തെ ഭാവിയെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തികമായി ഒരു സംസ്ഥാനത്ത് ഞെരുക്കുകയാണ്. നമുക്ക് ലഭിക്കേണ്ട പല വിഹിതങ്ങളും ലഭ്യമാകുന്നില്ല. പല വിഹിതങ്ങളും നമ്മൾ മുൻകൂട്ടി ചെലവഴിച്ചതാണ്. അത്തരം പണം നമുക്ക് എത്തേണ്ടതുണ്ട്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ലല്ലോ, കേരളത്തിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങൾ പറയുന്നതോടു കൂടി തന്നെ ഭാവിയിലേക്കുള്ള കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിന് തടസ്സം നിൽക്കുന്ന രീതിയിലാണ് നിലവിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ ഇത്തരത്തിലുള്ള പരിപാടികൾ, ഇത്തരത്തിലുള്ള നിഷേധമായിട്ടുള്ള നിലപാടുകൾ. അപ്പോൾ അതിനെ മാറ്റിയെടുക്കുക, അത് ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുക. ആ കാര്യത്തിൽ ഈ ഗവൺമെൻറ് വിജയിച്ചിട്ടുണ്ട്. ഇന്ന് 13ാമത്തെ ജില്ലയും പൂർത്തിയാക്കി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ വെറും ഒരു 5% ജനങ്ങളെ മാത്രമേ ഇനി കാണാനുള്ളൂ. അപ്പോൾ എന്താണോ നമ്മൾ ഉദ്ദേശിച്ച്, ഈ ഗവൺമെൻറ് ഉദ്ദേശിച്ച് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ, അത് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഇപ്പോൾ അതിൽ അവർക്ക് പങ്കെടുക്കാമായിരുന്നു. ഇത് കേരളത്തിൻ്റെ പൊതുവായൊരു വിഷയമല്ലത്. എന്തുകൊണ്ട് മാറിയെന്നു എന്ന് മാത്രമല്ല, എന്താണ് നിങ്ങളുടെ പ്രതിഷേധം? ഇത് രണ്ടും പറയാനുള്ള ബാധ്യത കേരളത്തിലെ പ്രതിപക്ഷത്തിനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഇനി അടുക്കുകയാണ്. അപ്പോൾ അതിനുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രതിപക്ഷം ഒരു രാഷ്ട്രീയ സമീപനം പ്രതിപക്ഷം സ്വീകരിക്കുന്നു എന്നാണോ സർക്കാർ? ആ രീതിയിലാണോ സർക്കാർ ഒരു ആരോപണം? ഇത് 2 കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ജനസദസ്സ് സംഘടിപ്പിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ഈ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഫയൽ അദാലത്ത്, തീരദേശ വനമേഖലയിലുള്ള അദാലത്തുകൾ, താലൂക്ക് തലങ്ങളിലുള്ള അദാലത്തുകൾ, ജില്ലാ തലങ്ങളിലുള്ള റിവ്യൂ മീറ്റിങ്ങുകൾ, മേഖലാ തലങ്ങളിലുള്ള റിവ്യൂ മീറ്റിങ്ങുകൾ, ഇതെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടല്ല നമ്മളിതിൽ വരുന്നത്. പക്ഷേ ഇവിടെ പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജനങ്ങളെ. ഒരു ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ്, അതല്ലല്ലോ. ഇതൊരു സുപ്രഭാതത്തിൽ തീരുമാനിക്കുകയാണെങ്കിൽ പറയാമായിരുന്നു, അല്ലെങ്കിൽ 2 മാസം മുമ്പ് തീരുമാനിച്ചു ഇതാണ് ഈ ഒരു ജനസദസ്സ് ജനങ്ങളെ കാണുമ്പോൾ. അങ്ങനെയല്ല, നമ്മൾ വളരെ മുമ്പേ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള നടപടികളെടുത്തു. ഇതിന് മുൻപ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് നമ്മൾ
ജനങ്ങളെ കാണണം എന്ന് തീരുമാനിക്കുകയും അവരോട് സംവദിച്ചു. നിരവധിയായുള്ള പുതിയ പുതിയ ആശയങ്ങൾ നമ്മുടെ പ്രഭാത യോഗങ്ങളിൽ നമുക്ക് ലഭിച്ചു. ആയിരക്കണക്കിന് അഭിപ്രായങ്ങൾ ജനങ്ങളെ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭരണത്തിൻ്റെ സുതാര്യത, ഈ ഭരണം കൊണ്ട് സാധാരണക്കാരന് കിട്ടേണ്ട ഗുണഫലങ്ങൾ അവനെത്തിക്കാൻ കഴിഞ്ഞ ഒരു സംവിധാനമാണ് കേരളത്തിൽ. ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് കേരളത്തിലെ ഒരു മോഡലായി ലോകത്തിന് മുമ്പ് നമുക്കിത് കാണിക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള സംവിധാനത്തിൽ നിന്നാണ് ഈ കോൺഗ്രസ് പാർട്ടിയും അവരുടെ പ്രതിപക്ഷ നേതാവും മാറി നിൽക്കുന്നത് എന്നുള്ളത് ഈ അവസരത്തിൽ നമ്മൾ സാധാരണക്കാരൻ, ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതിനകത്ത് ഒരു സാധാരണ ഉയരുന്നൊരു ചോദ്യം, ഈ ദേശീയ തലത്തിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ദേശീയ തലത്തിൽ BJPക്ക് എതിരായ ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ മുന്നണി രൂപീകരിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ്, അതിൽ പ്രബലമായൊരു പാർട്ടിയാണ് CPM. ഇവിടെ രണ്ടുപേരും നേർക്കുനേർ വരുമ്പോൾ ഇത് ഈ ആസന്നമായിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ ഇതെങ്ങനെ ബാധിക്കുമെന്നാണ് ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇടതുപക്ഷ മുന്നണി എന്നും BJP ഗവൺമെൻറ്റിനെതിരായി തന്നെയാണുള്ളത്. ഇപ്പോഴും അങ്ങനെയാണ്. BJP മുന്നോട്ട് വെക്കുന്ന നയങ്ങൾക്ക് കൃത്യമായി തന്നെ എതിർപ്പ് രേഖപ്പെടുത്താറുണ്ട്. മാത്രമല്ല അവരുടെ നയങ്ങൾ ഈ രാജ്യത്തിന് യോജിച്ചതല്ല എന്ന് നമ്മൾ ശക്തമായി പറയാറുണ്ട്. പക്ഷേ ഏത് അവസരത്തിലാണെങ്കിലും ഇവിടെ കോൺഗ്രസ് എതിർത്താലും ഇല്ലെങ്കിലും BJPക്ക് ബദലായി വരുന്ന ഏത് സംവിധാനത്തെയും പാർട്ടി പിന്തുണക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. ഇതെല്ലാം ആലോചിക്കേണ്ടത് ഇവിടുത്തെ ഈ കോൺഗ്രസ് പാർട്ടിയും ബന്ധപ്പെട്ട ആളുകളുമാണ്. അപ്പോൾ അതാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ CPM ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഇന്ത്യയിൽ ബദൽ സംവിധാനം കൊണ്ടുവരാൻ കഴിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭാവിയിൽ എന്താവുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ആ ഒരു സംവിധാനം വരേണ്ടത് ആരാണ് ശ്രദ്ധിക്കേണ്ടത്? കേന്ദ്ര ഗവൺമെൻറ്റിനായി ഏറ്റവും നല്ല രീതിയിൽ അവർ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ ജനങ്ങളോട് പറയുമ്പോൾ BJP എതിർക്കുന്നതിന് പകരം ഇവിടെ കോൺഗ്രസ് പാർട്ടിയാണ് ഇടതുപക്ഷ മുന്നണിയെയും ഈ ഗവൺമെൻറ്റിനെ എതിർക്കുന്നത്. അപ്പോൾ എവിടെയാണ് ന്യായം? അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ നവകേരള സദസ്സ് തിരുവനന്തപുരം എത്തുമ്പോൾ നമ്മൾ നൽകുന്ന സന്ദേശം കൃത്യമായി തന്നെ ജനങ്ങളെത്തിയിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. തീർച്ചയായും ആ രീതിയിൽ തന്നെ ജനങ്ങൾ ചിന്തിക്കും. എന്തായാലും നവകേരള യാത്ര അതിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.